മത്സരിച്ച മുഴുവൻ പേരെയും വിജയിപ്പിച്ചെങ്കിലും കോഴിക്കോട് കാസർഗോഡ് ജില്ലകളിൽ നിന്ന് മന്ത്രിമാരില്ലാത്തതിൽ മുസ്ലിം ലീഗിൽ അമർഷം. പരിപാടികൾ കാളെക്കൂട്ടാനും വിജയിപ്പിക്കാനും മാത്രമാണോ അണികൾ എന്നാണ് ചോദ്യം. കളമശ്ശേരി MLA വി അബ്ദുൽ ഗഫൂറിനെ മന്ത്രിയാക്കിയതിലും സമൂഹ മാധ്യമങ്ങളിൽ വിമർശനങ്ങളുണ്ട്. മുസ്ലിം ലീഗ് ആസ്ഥാനം നിലനിൽക്കുന്ന കോഴിക്കോട് ജില്ല പാർട്ടി പരിപാടികൾ വിജയിപ്പിക്കാൻ മാത്രമുള്ളതോ എന്നാണ് ഒരു വിഭാഗത്തിന്റെ വിമർശനം. കോഴിക്കോടിന് മന്ത്രി ഉണ്ടാകുമെന്ന് നേരത്തെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉറപ്പു നൽകിയിരുന്നു. പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ 2.5 വർഷത്തിന് ശേഷം കുറ്റ്യാടി MLA പാറക്കൽ അബ്ദുള്ളയ്ക്ക് മന്ത്രിസ്ഥാനം നൽകുമെന്ന് സാദിഖ് അലി തങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ഇതിലും തൃപ്തരല്ല അണികൾ. കാസർഗോഡിനോടും അവഗണനയെന്ന ആക്ഷേപമുയരുന്നുണ്ട്. ശക്തമായ മത്സരത്തിനൊടുവിലാണ് AKM അഷ്റഫും കല്ലട്ര മായിൻ ആയിജിയും വിജയിച്ചു കയറിയത്. എന്നിട്ടും ഇരുവരെയും പരിഗണിച്ചില്ല. സാദിഖ് അലി തങ്ങളുടെയും PK കുഞ്ഞാലിക്കുട്ടിയുടെയും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ അണികളുടെ വിമർശനം നിറയുകയാണ്. കളമശ്ശേരി MLA വി അബ്ദുൽ ഗഫൂറിന് മന്ത്രിസ്ഥാനം നൽകിയത് എന്ത് യോഗ്യതയുടെ അടിസ്ഥാനത്തിലെന്നും അണികൾ ചോദിക്കുന്നു. വരുന്ന നേതൃയോഗത്തിൽ വിഷയം ഉന്നയിക്കാനാണ് കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികളുടെ തീരുമാനം. 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.